കഴിഞ്ഞ 10 വർഷങ്ങളായി ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ മൂല്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എങ്ങനെയും വിജയിക്കുക, വളരുക എന്നതാണ് ഈ വ്യതിയാനം. അതായത് ലാഭം മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ഒരു വീക്ഷണം. അദ്വാനി വാജ്പേയി കാലഘട്ടങ്ങളിൽ വരെ, അല്ലെങ്കിൽ അവരുടെ കാലത്തിൻ്റെ അവസാനം വരെ ഇല്ലായിരുന്ന ഒരു വ്യതിയാനമാണ് ഇപ്പോൾ ഒരു 10 വർഷം കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് കൂടെ നിന്ന് പിന്തുണച്ച സമുദായങ്ങളെയും നേതാക്കന്മാരെയും കാര്യം നേടിയ ശേഷം തള്ളിക്കളയുക എന്നുള്ള ഒരു നയമാണ്. ഉത്തരേന്ത്യയിൽ ഇത് നല്ല രീതിയിൽ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. അദ്വാനിയും വാജ്പേയിയും മുരളി മനോഹർ ജോഷിയുമൊക്കെ ഒതുക്കപ്പെട്ടത് ഇതിൻ്റെ ഉദാഹരണമാണ്. പാർട്ടിയെ പടുത്തുയർത്തിയ ലാൽകൃഷ്ണ അദ്വാനിയെ കുറഞ്ഞപക്ഷം ഒരു ഉപരാഷ്ട്രപതിയെങ്കിലും ആക്കാമായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. പറഞ്ഞു വരുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളും കർണാടക ഇലക്ഷനിലെ ബി ജെ പിയുടെ പരാജയവും തമ്മിൽ ഒരു ബന്ധം, ഒരു പ്രസക്തിയുണ്ട് അതിന്. കർണാടകത്തിൽ ബി ജെ പി നേരിട്ട പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അതിനുള്ള ആ പരാജയത്തിലേക്ക് വഴിവെച്ച സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, കർണാടക ബി ജെ പി പരാജയത്തിൻ്റെ മൂല്യശില്പി, അതായത് അതിൻ്റെ ഒരു മുഖ്യ ശില്പി എന്ന് പറയുന്നത് BL സന്തോഷ് എന്ന ഒരു കന്നഡ ബ്രാഹ്മണനായിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ചരടുവലികൾ ഇദ്ദേഹം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കർണാടക ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പാർട്ടി വിജയിക്കുകയാണെങ്കിൽ താൻ മുഖ്യമന്ത്രി പദവിയിലോട്ട് എത്തും എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. BJP ഹൈക്കമാൻഡിൽ RSSലും വളരെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഈ BL സന്തോഷ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം സംഘടനാ സെക്രട്ടറിയാണ്. എക്കാലവും പാർട്ടിയുടെ വോട്ട് ബാങ്കായിരുന്ന ബസവ സമുദായം, വീരശൈവ അല്ലെങ്കിൽ ലിംഗായത്ത് എന്ന് പറയുന്ന സമുദായത്തെ ആട്ടിയകറ്റി ഇദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ നടപടികൾ ഈ ലിംഗായത്ത് സമൂഹത്തെ പാർട്ടിയിൽ നിന്നും ആട്ടി അകറ്റുന്നതിന് തുല്യമായിരുന്നു. ലിംഗായത്ത് സമുദായ അംഗങ്ങളായിരുന്ന യെഡ്യൂരപ്പയെയും ഷെട്ടാറിനെയും മാറ്റി നിർത്തി. മറ്റൊരു യുവ ബ്രാഹ്മണ നേതാവായ തേജസ്വി സൂര്യയെ പ്രൊജക്റ്റ് ചെയ്തു കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ബാംഗ്ലൂരിലും കർണാടകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും നടന്ന നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ അദ്ദേഹത്തോടൊപ്പം യെഡ്യൂരപ്പ ഉണ്ടായിരുന്നില്ല, ലിംഗായത്ത് നേതാക്കന്മാരാരും തന്നെ ഉണ്ടായിരുന്നില്ല. പകരം തേജസ്വി സൂര്യ എന്ന യുവ നേതാവ് ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ലിംഗായത്ത് സമുദായം കോൺഗ്രസ്സിന് വോട്ട് മറിച്ചു. അതാണ് സംഭവിച്ചത്. ഈ BL സന്തോഷ് എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി V മുരളീധരൻ്റെ റൂംമേറ്റും സുഹൃത്തുമൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. കേരളത്തിലും ഈ V മുരളീധരൻ സുരേന്ദ്രൻ സഖ്യത്തെ പല ആരോപണങ്ങളുണ്ടായതിനു ശേഷവും ഈ കേരള നേതൃത്വത്തിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ BL സന്തോഷ് എന്ന RSSൽ വളരെ സ്വാധീനമുള്ള, BJPയിലും വളരെ സ്വാധീനമുള്ള സംഘടനാ സെക്രട്ടറിയായ BL സന്തോഷ് എന്ന കന്നഡ ബ്രാഹ്മണ സമുദായക്കാരനാണ്. കേരളത്തിലും ഇനി പരമ്പരാഗതമായി പാർട്ടിയെ പിന്തുണച്ചുകൊണ്ടിരുന്ന നായർ സമുദായവും ഈ ലിംഗായത്ത് സമുദായം വോട്ട് മറിച്ച് ചെയ്തതുപോലെ BJPയിൽ നിന്നും അകന്നു പോകുമോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. സുരേഷ് ഗോപിയെ പോലെയുള്ളവരെയൊക്കെ അകറ്റി നിർത്തുന്നതിൽ ഇപ്പോഴത്തെ നേതൃത്വം വളരെ ഒരു ഗണ്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കർണാടകത്തിലെ BJPയുടെ പരാജയത്തിൻ്റെ രണ്ടാമത്തെ കാരണം പരമ്പരാഗതമായി ജനതാദളിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒക്കലിഗ സമുദായം, അതായത് തെക്കൻ കർണാടകത്തിൽ ഒരു വോട്ട് ബാങ്കാണ് ഈ ഒക്കലിഗ സമുദായം എന്ന് പറയുന്നത്. ഗൗഡ എന്ന സർനെയിമുള്ള, പ്രമുഖമായിട്ടും ഗൗഡ സർനെയിം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒക്കലിഗ സമുദായം അവർ ഇത്തവണ മാറി ചിന്തിച്ചു. പരമ്പരാഗതമായിട്ട് കുമാരസ്വാമി ദേവഗൗഡ ടീമിന്, അതായത് ഒക്കലിഗ സമുദായത്തിൻ്റെ തന്നെ ഒരു പാർട്ടി എന്നറിയപ്പെടുന്ന ജനതാദളിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഇവർ
DK ശിവകുമാറും ഒരു ഒക്കലിംഗ സമുദായക്കാരനാണ്, അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ധാരണയിൽ ജനതാദൾ എസിന് പോകേണ്ടിയിരുന്ന വോട്ടും കോൺഗ്രസിനോട്ട് പോയി. ഇത് BJPയുടെ പരാജയത്തിന് ആക്കം കൂട്ടി. മൂന്നാമത്തെ കാരണം ഈ വ്യാപകമായിട്ടുള്ള പ്രചരണമാണ്. കർണാടകത്തിൽ ഭരിച്ചിരുന്ന BJP സർക്കാർ അഴിമതിയിൽ മുങ്ങിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രതിപക്ഷം അത് 40% കമ്മീഷൻ സർക്കാർ എന്നുള്ള ഒരു പ്രചാരണം വ്യാപകമായി പ്രചരിപ്പിക്കുകയും അത് ജനങ്ങളിൽ ഇറങ്ങുകയും ചെയ്തു. ജനങ്ങളുടെ മനസ്സിൽ അത് ആഴ്ന്നിറങ്ങുകയും ചെയ്തു. ജനങ്ങൾ ആ പ്രചാരണം ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ ഈ നിഷ്പക്ഷരായിട്ടുള്ള ചില വോട്ടേഴ്സ്, ധാരാളം വോട്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർ മാറി ചിന്തിക്കുവാനും അവരുടെ വോട്ട് കോൺഗ്രസ്സിന് കൊടുക്കുവാനുമായിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഈ 40% കമ്മീഷൻ സർക്കാർ എന്നുള്ള പ്രചാരണം BJP ഗവൺമെൻറ്റിൻ്റെ പതനത്തിന് കാരണമായി. നാലാമത്തെ ഒരു കാരണം ഗുജറാത്ത് ഇലക്ഷൻ മാതൃകയിൽ പുതുമുഖങ്ങളെ പരീക്ഷിച്ചതാണ്. ഉത്തരേന്ത്യൻ മാതൃകയിൽ ഈ സിറ്റിംഗ് MLA എല്ലാം ഒഴിവാക്കി 90% പുതുമുഖങ്ങളെ ഇറക്കി ഇലക്ഷനെ നേരിട്ടു കർണാടകത്തിൽ. അത് വലിയ പരാജയം ഉണ്ടാക്കാനായിട്ട് കാരണമായി. ആ ഗുജറാത്തിലെ ആ തന്ത്രം കർണാടകത്തിൽ അത് ഫലിച്ചില്ല. അപ്പോൾ അതൊരു വലിയ തിരിച്ചടിയായി. നാലാമത്തെ കാരണമാണിത്, ഗുജറാത്ത് മാതൃകയിലുള്ള പുതുമുഖ പരീക്ഷണം. അഞ്ചാമത്തെ കാരണം പണമൊഴുക്ക് തടയാൻ സാധിച്ചില്ല. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇലക്ഷൻ സമയത്ത് നല്ല രീതിയിൽ പണമൊഴുക്കും. പക്ഷേ കോൺഗ്രസ്സിന് ഫണ്ട് കുറവായിരുന്നു. പക്ഷേ അവർക്ക് എവിടെ നിന്ന് ഫണ്ട് കിട്ടി എന്നറിയില്ല, അവരും നല്ല രീതിയിൽ പണം ഒഴുക്കിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ പണമൊഴുക്ക് തടയുവാൻ BJPക്ക് സാധിച്ചില്ല. BJP പോലെ തന്നെ അവർക്കും പണമൊഴുക്കുവാനായിട്ടും ഇങ്ങനെ പ്രചരണ കോലാഹലങ്ങളും മറ്റുമൊക്കെ സൃഷ്ടിക്കാനായിട്ട് സാധിച്ചു. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കർണാടക ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ 2000 രൂപയുടെ നോട്ട് പിൻവലിച്ചു. അപ്പോൾ അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ, ഇലക്ഷന് മുമ്പിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പണമൊഴുക്കിന് തടയാനായിട്ട് സാധിക്കുമായിരുന്നു. ആറാമത്തെ കാരണം മുസ്ലിം വോട്ടുകൾ വിഭജിച്ചില്ല എന്നാണ്. കർണാടകത്തിൽ ഏകദേശം 15%-ഓളമുള്ള മുസ്ലിം വോട്ട് ബാങ്ക് അത് ഇത്തവണ വിഭജിക്കപ്പെട്ടിട്ടില്ല. അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ മിക്കവാറും എല്ലാ സീറ്റുകളിലും ഒവൈസിയുടെ പാർട്ടിയും SDPIയും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. പക്ഷേ ഇത്തവണ അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. 1-2 സീറ്റുകളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഈ മുസ്ലിം വോട്ടുകൾ വിഭജിക്കപ്പെട്ടില്ല. അത് ഒവൈസിയുടെ പാർട്ടിയിലോട്ട് പോയില്ല, SDPIയിലോട്ട് കുറേ വോട്ടുകൾ പോയില്ല, ജനതാദൾ എസിൽ പോലും പോയില്ല. അത് നേരെയെല്ലാം കോൺഗ്രസിൻ്റെ പെട്ടിയിൽ വീഴുകയാണ് ഉണ്ടായത്. അപ്പോൾ അതും BJPയുടെ പരാജയത്തിൻ്റെ ആക്കം കൂട്ടി. വേറെ ഒരു കാരണമെന്ന് പറയുന്നത് തീരദേശ കർണാടകയിൽ, അതായത് ദക്ഷിണ കാനറ മേഖലയിൽ ഈ തുളു നായർ അല്ലെങ്കിൽ ബണ്ട് എന്ന് പറയുന്ന BJPയുടെ പരമ്പരാഗതമായിട്ടുള്ള സപ്പോർട്ടേഴ്സായിട്ടുള്ള അവർ പരമ്പരാഗതമായിട്ട് പിന്തുണയ്ക്കുന്ന ഒരു സമുദായമായിരുന്നു. ആ സമുദായവും ഇത്തവണ ചെറുതായിട്ടൊന്ന് മാറി ചിന്തിച്ചു. ആ സമുദായം ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് വോട്ട് മറിച്ച് ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ പ്രദേശത്തും കോൺഗ്രസ്സിന് വിജയിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒത്തുചേർന്ന് വന്നപ്പോഴത്തേക്ക് കർണാടകത്തിൽ BJPയുടെ പരാജയം ഉറപ്പായും സംഭവിച്ചു.